ബിഹേവിയറൽ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും സമ്മതത്തോടു കൂടി മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള മീഡിയ റിലീസുകൾ ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കുന്നുണ്ട്. അത് വ്യക്തമായും പബ്ലിക് മീഡിയകളിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ബിഹേവിയറൽ അനലിസ്റ്റുകളെ കണ്ട് കേട്ട് സംസാരിച്ച് മാത്രമേ കൊടുക്കാവൂ എന്ന് പറയുമ്പോൾ ഈ നാട്ടിലുണ്ടാകുന്ന ഒരു കൂസലും ഇല്ലാതെ അഫാൻ എന്ന തലക്കെട്ടിൽ വന്നിരിക്കുന്ന ഒരു കൂസലുമില്ലാതെ അഫാൻ ഇരിക്കുന്നു എന്ന തലക്കെട്ടിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത എത്രത്തോളം പുതിയ സീരിയൽ കില്ലേഴ്സിനെ ഉണ്ടാക്കുമെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. കാരണം വളരെ കൃത്യമായി പരിചരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ മീഡിയകൾ ഇക്കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇന്നു തൊട്ട് അവൻ്റെ വാപ്പായുടെ പുറകിലാണ്. ഒരു മീഡിയ, അതായത് മാസ് മീഡിയ കോഡ് പ്രത്യേകം പറയുന്നുണ്ട് ടോക്കിംഗ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഇത്തരം ഇമോഷണൽ വൈകൃതങ്ങളും അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധനകളും വ്യക്തമായും ഇങ്ങനെ ഒരു മോട്ടിവേഷനും കൂടാതെ സ്വന്തം കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഞാൻ പ്രത്യേകം പറയട്ടെ, എല്ലാ മാധ്യമങ്ങളും അങ്ങനെയല്ല, മാധ്യമധർമ്മങ്ങൾ നടത്തുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ചില ടോക്കിംഗ് ഹെഡുകളുണ്ടല്ലോ, ചില സെൻസേഷണൽ ഇൻട്രോകൾ അല്ലെങ്കിൽ തങ്ങളുടെ മില്യൺ ലൈക്കുകൾക്ക് വേണ്ടിയിട്ട് ജയ്ഹോ വിളിക്കാനുള്ള ചില ഇൻട്രോകളെയാണ് നമ്മൾ ടോക്കിംഗ് ഹെഡുകൾ എന്ന് വിളിക്കുന്നത്. സീരിയൽ കില്ലിങ്ങിൽ ഇത്തരത്തിലുള്ള ടോക്കിംഗ് ഹെഡുകൾ ഒരുപാട് പുതിയ സീരിയൽ കില്ലേഴ്സിനെ ഉണ്ടാക്കുമെന്നത് ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഫാന് കൂസലുണ്ടോ ഇല്ലയോ എന്നുള്ളത് പൂർണ്ണമായും പോലീസിൻ്റെ ചുമതലയാണ്. അതൊരു സമൂഹത്തിൻ്റെ ചുമതലയാവേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പുതിയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്ന് അഫാനെ എന്ന് എന്ത് ചെയ്യും, പണിഷ് ചെയ്യും, അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കും. ഇതെല്ലാം കൃത്യമായ എൻഫോഴ്സ്മെൻറ്റിൻ്റെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യക്തമായ രൂപരേഖയുള്ള ഒരു സർക്കാർ സമ്പ്രദായത്തിൽ, ഒരു ഡിഫൻസ് സമ്പ്രദായത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾക്ക് ചെയ്യാനുള്ളത് പുതിയ പോളിസി മേക്കിംഗ്, എക്സിക്യൂഷൻ, അതിൽ സന്നദ്ധ സംഘടനകൾ, ഞങ്ങളെപ്പോലുള്ളവരുടെ ഉത്തരവാദിത്ത ബോധം, നമ്മൾക്ക് വന്നാലേ നമ്മൾ ഉണരുള്ളൂ എന്നതിന് പകരം മാറിയിരുന്ന് ഇത്തരം മാധ്യമങ്ങൾക്ക് ലൈക്കടിക്കുന്നതിന് പകരം ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിയമനിർമ്മാണത്തിനുള്ള സംവിധാനങ്ങൾ സർക്കാരിനെ സഹായിക്കേണ്ടവരല്ലേ നമ്മൾ? പൂർണ്ണമായും സഹായിച്ചുകൊണ്ട്, വ്യക്തമായും ഇതിനകത്ത് പൊളിറ്റിക്കൽ അജണ്ടകളെ മാറ്റിവെച്ചുകൊണ്ട്. കാരണം നോക്കൂ, ആ ബഹുമാനപ്പെട്ട വ്യക്തിത്വത്തിനെ വളരെയധികം നമ്മൾ പ്രകീർത്തിക്കേണ്ടിയിരിക്കുന്നു. VSDPയുടെ നേതാവായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ സാർ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് സധൈര്യത്തോടുകൂടി തങ്ങളുടെ സർക്കാരുമായി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളുമായി ചേർന്നുകൊണ്ട് നിയമനിർമ്മാണത്തിനും ഭേദഗതിക്കും ഓരോ സിറ്റിസണും ഉത്തരവാദിയാണെന്ന് കണ്ടുകൊണ്ട് ഈ മാധ്യമങ്ങളുടെ പിന്നാലെ പോകാതെ, സോഷ്യൽ മീഡിയയിലെ സ്യൂഡോ എക്സ്പേർട്ടുകളുടെ പിന്നാലെ പോകാതെ, കൃത്യമായ അക്കാഡമിഷ്യൻസ് പറയുന്ന, റിസർച്ചേഴ്സ് പറയുന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ വായിച്ചുകൊണ്ട് നമ്മളുടെ പോലീസിനെ, ഭരണ സംവിധാനത്തിനെ സഹായിച്ചുകൊണ്ട് പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഇപ്പോഴല്ല വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, സാമൂഹിക പരിതസ്ഥിതിയിൽ, ഉന്നത വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ, സർവകലാശാലകളിൽ, രാഷ്ട്രീയ സംഘടനകളിൽ, മതസംഘടനകളിൽ, സാമൂഹിക സംഘടനകളിൽ നിയമനിർമ്മാണ ഭേദഗതികൾ നടത്തിക്കൊണ്ട് എന്ത് ചെയ്താലും കഞ്ചാവിൻ്റെ മാത്രമാണെന്ന് പറയാതെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമല്ല, നാർക്കോട്ടിക്സിന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും പറഞ്ഞുകൊണ്ട് കൃത്യമായ നിയമനിർമ്മാണത്തിലൂടെ, ഭേദഗതികളിലൂടെ, കൂട്ടായ പ്രവർത്തനത്തിലൂടെ, സംവിധാനങ്ങളുടെ ഒത്തൊരുമയോടുകൂടി നമുക്ക് മുന്നോട്ട് പോയിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ എല്ലാ നന്മകളും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. കാരണം നന്മകളുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. നമ്മളെല്ലാവർക്കും മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, കൃത്യമായും പ്രവർത്തിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട്, മെൻറ്ററിങ്ങും വെന്റിലേഷൻ ഫേസസും ഒരുപാട് കൊടുത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മളുടെ പരസ്പരം നമ്മൾക്ക് താങ്ങാകാം, തണലാകാം, തണൽ മരങ്ങളാകാം, കേൾക്കാം, പറയാം, സംസാരിക്കാം, ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാം. ഇനിയും ഒരു ക്രൂരകൃത്യങ്ങൾക്ക്, സീരിയൽ മർഡേഴ്സിന് നമ്മുടെ കേരളത്തിന് വിട്ടുകൊടുക്കാതെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം. താങ്ക് യു ഓൾ. താങ്ക്സ് എ ലോട്ട്.